ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപിയമെന്നെയും നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. പാപിയാമെന്നെയും നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുവാനായി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണയോടെ ഞങ്ങളെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നെ കേൾക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ കണ്ണുനീർ കാണുന്ന, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നോട് കരുണ കാണിക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. പൂർണ്ണമായ മനസ്സോടെ, പൂർണ്ണമായ ആത്മാവോടെ, സർവശക്തിയോടും കൂടെ നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം.
മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സമയം വൃദ്ധനായ ശിമയോൻ ശിശുവായ യേശുവിനെ
കരങ്ങളെടുത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു: സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷകനാണ് യേശു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഏക നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. അവൻ വഴി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശു നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. അവനാണ് നമ്മുടെ ഏക രക്ഷകൻ. അവനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കരപൊക്കി, പാവന നീളം തന്നു പാപത്തിൻ കരപൊക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പഴയ നിയമത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും അവരോട് ദൈവം കരുണ കാണിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് ഓരോ പ്രാവശ്യം അകലുമ്പോഴും ദൈവം അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അയക്കുന്നു. മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും കർത്താവ്
അവരോട് കൂടെ നടന്നു. കൂടെയായിരിക്കുന്ന, കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. നമ്മോട് കൂടെയായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവൻ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ മഹാമാരിയുടെ സമയത്ത് നീ അസ്വസ്ഥനാകരുതേ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ അസ്വസ്ഥതകൾക്കിടയിലും ഏകാന്തതയുടെ നടുവിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം തിരുവചനം, നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ ആയുധങ്ങളും കുതിരകളുമുണ്ട് എന്ന് നീ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവായ ഞാൻ നിന്റെ കൂടെയുണ്ട്. കാനാൻ ദേശത്തേക്ക് മോശയ്ക്ക് പകരം ജോഷുവയെ ദൈവം നേതാവായി ഉയർത്തുന്നുണ്ട്. ആ സമയം ജോഷുവ വളരെ സങ്കടത്തോടെ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ അശക്തനാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം ജോഷുവയോട് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക, പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ അരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെയുണ്ട്. നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവം. സങ്കീർത്തനത്തിന്റെ പുസ്തകം 23-ാം അധ്യായം 4-ാം വാക്യം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും അസ്വസ്ഥതകൾ നിറഞ്ഞ മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് കർത്താവേ ഞങ്ങൾ പലപ്പോഴും നടന്നു നീങ്ങുന്നത്. ഞങ്ങൾ ഒട്ടും ഭയപ്പെടുകയില്ല. കാരണം നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. നീ ഞങ്ങളോട് കൂടെയുണ്ട്. ഈ സമയം നമ്മുടെ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ായിരം നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട്. അവർ വളരെയേറെ നിരാശയിലാണ്. അവരൊത്തിരിയേറെ ആശ്രയിച്ച
യേശു മരിച്ചു. നിരാശയിലൂടെ, പഴയ വഴിയിലൂടെ അവർ നടന്നു നീങ്ങുകയാണ്. ആ യാത്രയിൽ യേശു അവരോട് കൂടെ നടക്കുന്നു. അപ്പം മുറിച്ചപ്പോൾ അത് യേശുവാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അവർ ഈശോയോട് പറയുന്നുണ്ട്, നാഥ കൂടെ വസിക്കണമേ. നമുക്ക് ഈ നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം, നാഥ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഈ മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളും ശിഷ്യരെ പോലെ നിരാശയിലും ദുഃഖത്തിലുമാണ് കർത്താവേ. ഞങ്ങളുടെ നിരാശയിൽ, ഏകാന്തതയിൽ, ഭയത്തിൽ നാഥ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഇരുൾ വീഴും വീതിയിൽ ഒളിത്തൂകും ദീപമാ നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. മുറിയും ദൂരപ്പമായി ചുരിയുന്ന ചോരയാ നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. അലിവേറും സ്നേഹമായി അലയാഴി പോലെ നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. നാഥ കൂടെ വസിക്കണമേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ സമയം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ തമ്പുരാൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. നീ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പത്രോസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ രോഗിയായി കിടന്ന പത്രോസിന്റെ അമ്മായിയമ്മ സുഖപ്പെട്ടു. കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ രോഗികളുണ്ട്. കർത്താവേ, നീ കടന്നു വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ദുഃഖത്തിൻ്റെ വലിയൊരു നിഴൽ തളം കെട്ടി നിൽക്കുകയാണ്. സന്തോഷത്താൽ കർത്താവേ നീ നിറയ്ക്കണമേ. സക്കേവോസിന്റെ ഭവനത്തിൽ നീ കടന്നു ചെന്നപ്പോൾ അവൻ്റെ കുടുംബത്തിലേക്ക് രക്ഷ ഒഴുകിയെത്തി. കർത്താവേ, നീ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും കടന്നു വന്ന് രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നീയാണ് യഥാർത്ഥ രക്ഷകനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ കൈവെടിയരുതേ. കർത്താവേ, നീയാണ് എൻ ജീവനേക്കാളും വലിയവൻ. നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്.
നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കൽ കൂടി തമ്പുരാന്റെ തിരുമുമ്പിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ മഹാമാരിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു. അവരെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ ദുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ലോകം മുഴുവനെയും കത്തോലിക്ക സഭയെയും എല്ലാ കുടുംബങ്ങളെയും നമ്മളെല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. മാനവരേ മോദമോളെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.